ഹരേ കൃഷ്ണ. ഈ വരുന്ന ഡിസംബർ 1-ാം തീയതിയാണ് ഗുരുവായൂർ ഏകാദശി. ഇതിനോടനുബന്ധിച്ച് പലർക്കും പല സംശയങ്ങളുണ്ട്. ഇതിൽ പ്രധാനമായിട്ടുമുള്ളത് 2 സംശയമാണ്. പാരണ ചെയ്യാതെ വ്രതം അവസാനിപ്പിക്കാമോ? ദ്വാദശിക്ക് അമ്പലത്തിൽ പോയി തന്നെ പാരണ വീടണോ എന്നുള്ളത്. ഏകാദശി വ്രതം പൂർത്തിയാകുന്നത് ദ്വാദശിക്ക് പാരണ ചെയ്യുമ്പോൾ മാത്രമാണ്. പാരണ ഒഴിവാക്കിയാൽ വ്രതഫലം പൂർണ്ണമായും ലഭിക്കില്ല. അതുകൊണ്ട് ഏകാദശി നാൾ വ്രതം അനുഷ്ഠിച്ച ശേഷം ദ്വാദശിക്ക് പാരണ വീട്ടി വ്രതം പൂർത്തിയാക്കാവുന്നതാണ്. ഏകാദശി വ്രതം അനുഷ്ഠിച്ചവർ പാരണ എങ്ങനെയാണ് വീടേണ്ടത്, പാരണ സമയം എത്രയാണ് എന്നുള്ളത് ഇതിനു മുൻപുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കാണാത്തവർക്കായി അത് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ്. ഗുരുവായൂർ ഏകാദശി വ്രതം നോൽക്കുന്ന ഭക്തർക്ക് എന്തെങ്കിലും കാരണവശാൽ ക്ഷേത്രത്തിൽ പോയി പാരണ വീടാൻ കഴിയില്ലെങ്കിൽ വീട്ടിൽ വെച്ചും പാരണ വീടാവുന്നതാണ്. എന്നിരുന്നാലും ഗുരുവായൂർ ഏകാദശിക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി പാരണ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. ക്ഷേത്രത്തിൽ പോവാൻ സാധിക്കുന്ന ഗുരുവായൂർ ഏകാദശി വ്രതം നോറ്റ ഭക്തർ തീർച്ചയായും ക്ഷേത്രത്തിൽ പോയി ഗുരുവായൂരപ്പനെ കണ്ട് തൊഴുത് പാരണ വീടുക.